CH ഹൈദ്രോസ് മുസ്ലിയാർ ഉണ്ടാക്കിയ, മഹാനായ ബാപ്പുട്ടി ഹാജി ഉണ്ടാക്കിയ, സമസ്ത കേരള ജംഇയ്യത്തുൽ ആശയാദർശങ്ങളിൽ ഊന്നിക്കൊണ്ട് ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സ്ഥാപിക്കപ്പെട്ട, നമ്മളൊക്കെ വളരെ ആത്മാർത്ഥമായി ഇന്നും സ്നേഹിക്കുന്ന, ഇഷ്ടപ്പെടുന്ന, മാതൃകായോഗ്യമായ ഒരു സ്ഥാപനമെന്ന വിധം എത്രയോ പ്രകീർത്തിക്കപ്പെട്ട ആ സ്ഥാപനത്തിന്റെ മറവിൽ പോലും ആ സ്ഥാപനത്തിന്റെ ഭരണഘടനയിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് നിയന്ത്രണമില്ലാത്ത വിധം ഭേദഗതി വരുത്തിക്കൊണ്ട് അതിന്റെ ചില നീക്കങ്ങൾ നടക്കുകയും അത് രേഖാമൂലം ആ അർത്ഥത്തിലേക്ക് വന്നിരിക്കുന്നു. ഞാൻ ഈ പറഞ്ഞ നേരത്തെ എല്ലാ സ്ഥാപനങ്ങളുടെ ഭരണഘടന എടുത്തു നോക്കിയാലും അവിടെ എല്ലാം അതിന്റെ ഭരണഘടനയിൽ പറയുന്നത് ഇതിന്റെയൊക്കെ പ്രസിഡന്റ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കേന്ദ്ര മുഷാവറ അംഗമായിരിക്കണം, അല്ലെങ്കിൽ ഈ സംവിധാനത്തിന്റെ പൂർണ്ണ നിയന്ത്രണാവകാശം സമസ്ത കേരള ജംഇയ്യത്തുൽ മുഷാവറക്കുണ്ടായിരിക്കണം. സമസ്ത മുഷാവറക്ക് പൂർണ്ണമായ നിയന്ത്രണമുള്ള വിധമാണ് ഈ എല്ലാ സംവിധാനങ്ങളും ഉള്ളത്. മഹാനായ ഹൈദ്രോസ് മുസ്ലിയാരും ബാപ്പുട്ടി ഹാജിയും ബഷീർ മുസ്ലിയാരും ഒക്കെ ദാറുൽ ഹുദക്കും ഭരണഘടന ഉണ്ടാക്കിയപ്പോ അവരെഴുതി വെച്ചു, അതിന്റെ പ്രസിഡന്റ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കേന്ദ്ര മുഷാവറ അംഗമായിരിക്കണം. അത് അവരെഴുതി വെച്ചു. അതിന്റെ പ്രസിഡന്റ് സമസ്തയുടെ മുഷാവറ അംഗമായിരിക്കണം. ഇടക്കാലത്ത് വന്ന ഭേദഗതിയല്ല. എന്ത് ഉദ്ദേശ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയാണോ അത് സ്ഥാപിച്ചത്, അതിന്റെ സ്ഥാപക നേതാക്കൾ, അവരെക്കാൾ വലിയൊരു നേതാക്കൾ ആ സ്ഥാപനത്തിനില്ലല്ലോ. അവരെഴുതി വെച്ചത് ആ ഭരണഘടനയിൽ പറയുന്നത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കേന്ദ്ര മുഷാവറ അംഗമായിരിക്കണം ആ സംവിധാനത്തിന്റെ പ്രസിഡന്റ്. ഇപ്പോൾ ഭരണഘടന ഭേദഗതി ചെയ്തിരിക്കുന്നു. ആ ഭേദഗതിയിൽ പറയുന്നത് അതിന്റെ പ്രസിഡന്റ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കേന്ദ്ര മുഷാവറ അംഗമോ അല്ലെങ്കിൽ സുന്നി മഹല്ല് ഫെഡറേഷൻ ജില്ലാ പ്രവർത്തക സമിതിയിലുള്ള ഒരു പ്രമുഖ സയ്യിദോ ആകാം. മുഷാവറക്ക് അവിടെ നിയന്ത്രണം അവസാനിപ്പിച്ചു. ഇതിപ്പോ നമ്മളിനി പറയുമ്പോൾ നമ്മളാരായി? നമ്മൾ ദാറുൽ ഹുദക്കെതിരായി, ദാറുൽ ഹുദയോടുള്ള അസൂയക്കാരായി. നമുക്കങ്ങനെ കുറെ ചാർജ് ഷീറ്റ് നാളെ മുതൽ കിട്ടിത്തുടങ്ങും. പക്ഷെ നമ്മളൊക്കെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രവർത്തകരും ഖാദിമികളുമായിട്ട് ഇതിന്റെ കുടിയും പിടിച്ച് ഞാനും സമസ്തക്കാരനാണ് എന്ന് പറഞ്ഞ് നടക്കുമ്പോ ഈ സംഘടനയുടെ ലേബൽ ഉപയോഗിച്ചുകൊണ്ട് പടുത്തുയർത്തപ്പെട്ട വളർന്നു വന്ന അതിന്റെ സ്ഥാപക നേതാക്കന്മാരുടെ എല്ലാ ലക്ഷ്യങ്ങളെയും മാറ്റിമറിച്ചുകൊണ്ട് തോന്നിവാസം ചെയ്യുമ്പോൾ കണ്ടില്ലെന്ന് നടിച്ചാൽ ഞാനും നിങ്ങളും നാളെ പടച്ചവന്റെ കോടതിയിൽ മറുപടി പറയാൻ ബാധ്യസ്ഥരാണ്.